നമ്മുടെ ശ്യാമ. എടോ താനൊന്ന് പേടിക്കാതിരിക്കണോ. തോറ്റുപോകുന്ന പോലീസുകാരന്റെ അവസാനത്തെ ആയുധമായി ഭീഷണി. നിശ്ചയപന്തലിൽ കുഴഞ്ഞു വീണത് എൻ്റെ അച്ഛൻ. പിന്നെ അവിടെ നിന്ന് എടുത്തു കിടത്തിയത് അച്ഛൻ്റെ ജീവനറ്റ ശരീരമായിരുന്നു. ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നായാലും അവളെ കണ്ടെത്തി കഴുത്ത് ഞെരിച്ച് കൊല്ലാനായിരുന്നു എൻ്റെ തീരുമാനം. അമ്മ പറഞ്ഞു വേണ്ടാന്ന്. അവൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ ഞാൻ അവളെ കല്യാണം കഴിക്കുന്നത് തന്നെയാണെന്ന്. അതേ കുറ്റങ്ങളും കുറവുകളും സഹിച്ച് ഞങ്ങൾക്കൊപ്പം അവൾ ജീവിക്കണം. അതുതന്നെയാ അവൾക്കുള്ള ഏറ്റവും വലിയ ശിക്ഷ. രോഹിത് എന്താ എന്നെ തിരിച്ചറിഞ്ഞിട്ടൊന്നും പ്രതികരിക്കാതിരുന്നേ? ഇനി അവൻ എന്നെ മനസ്സിലായില്ലെന്നുണ്ടോ? മനസ്സിലാവാതിരിക്കാൻ ഒരു വഴിയില്ല. എന്റെ നഖത്തിന്റെ ഒരു തുണ്ട് കണ്ടാൽ പോലും തിരിച്ചറിയാവൻ. പിന്നെന്താ സംഭവിച്ചത്? ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും സ്ഥലം വിട്ടാലോ? അതും ശരിയാവില്ല. വിഷ്ണുവേട്ടന് ശാലിനിയായിട്ട് ഒട്ടു. തല പോയാലും അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. അവൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു മനസമാധാനം ആയനെ. പേരെന്താ പറഞ്ഞേ? രോഹിത്. അപ്പൊ അതാണ് രോഹിത്തിന്റെ കഥ. പ്രേമിച്ച് പെൺകുട്ടി വഞ്ചിച്ചു. വിവാഹ നിശ്ചയം മുടങ്ങിയതിന്റെ നാണക്കേടിൽ അച്ഛൻ ഹൃദയം പൊട്ടി മരിച്ചു. അതെ സത്യമേ. ഈ പട്ടിയെല്ലാം പറഞ്ഞു കഴിഞ്ഞോ? അല്ല, അവളിപ്പോ എവിടെയുണ്ട്? ദൈവമേ, ഇവിടെ തന്നെ ഉണ്ട്. എന്റെ ദൈവമേ, ഇവിടെയോ? അതെ സത്യമേ, ഇവിടെ തന്നെ. എന്റെ കാര്യം കട്ടപ്പോക. ഈ നാട്ടിൽ എവിടെയോ അവളുണ്ട്. അവളെ ഞാൻ ഇവിടെ പലയിടത്തും വെച്ച് കണ്ടിട്ടുണ്ട്. നേരെ മുന്നേ ഞാൻ നിൽക്കുകയല്ലേ. ഇവനെന്താ കണ്ണുപൊട്ടനാണോ? എന്താ അവളുടെ പേര്? വേറെ ഏത് പേര് വേണേലും നീ പറഞ്ഞോ, പക്ഷെ എന്റെ പേര് മാത്രം പറയല്ലേടാ. സുസ്മിത. പറഞ്ഞു പട്ടി. സുസ്മിതയോ? അതെ സത്യമേ, സുസ്മിത എന്ന അവളുടെ പേര്. അപ്പൊ സുസ്മിതയെ തെരഞ്ഞാണ് രോഹിത് ഈ നാട്ടിൽ വന്നത്. അതെ.
അപ്പോ ജോലിയൊന്നും ഇല്ലാതെ കഷ്ടപ്പെടുക പുള്ളി. ഇവൻ പട്ടിണി കിടന്ന് ചാവണം. വിഷ്ണു പറഞ്ഞിട്ടാ ഞാൻ രോഹിത്തിനെ വിളിച്ചത്. ഇവിടെ ഡ്രൈവറായിട്ട് ഒരാളെ വേണം. ദൈവമേ, പാമ്പിനെ എടുത്ത് തോളി വെക്കാൻ പോവാണോ? നേരത്തെ ഒരാളുണ്ടായിരുന്നു, അയാൾ ഇപ്പൊ ലീവില. അയാള് വരുമ്പോ മാറിക്കൊടുക്കണം കേട്ടോ. അമ്മ കുറച്ചു നാളത്തേക്ക് മതി. ഈ രോഹിത് സുസ്മിത കണ്ടെത്തുന്ന നാൾ വരെ മാത്രം മതി. ഓ, അപ്പൊ സംയുക്തമായ അത് ഉറപ്പാ. അതാ അവൾക്കുള്ള ശിക്ഷ. ആ വഞ്ചിക്ക് വിവാഹം കഴിക്കാനോ? നീ സ്വന്തം ജീവിതം തെളിക്കാൻ പോവാണോ? അല്ല സത്യമ്മേ, എന്ത് കാരണം കൊണ്ടാ അവൾ എന്നെ ഉപേക്ഷിച്ചു പോയതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അതെന്തായാലും അവളതിന് മറുപടി പറഞ്ഞേ പറ്റൂ. തിളങ്ങുന്ന ആഭരണങ്ങളും മിനുങ്ങുന്ന പട്ടുകുപ്പായങ്ങളും മാത്രമല്ല ജീവിതമെന്ന് ഞാൻ അവളെ പഠിപ്പിക്കും. മാനത്തുനിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി ഒരു സാധാരണ സ്ത്രീയായി അവൾ ജീവിക്കണം. എന്നെ പോലുള്ള പാവം ചെറുപ്പക്കാരെ വഞ്ചിക്കുന്ന എല്ലാ പെണ്ണുങ്ങൾക്കും അതൊരു പാഠമാവണം. നടന്നത് തന്നെ. ഒരിക്കൽ വെറുത്ത എന്നേക്കോ എന്നെ ഉപേക്ഷിച്ചെന്ന് അഭിമാനിച്ച അവളെന്റെ കൈയും പിടിച്ച് നാട്ടുകാർക്ക് മുന്നിലൂടെ നടക്കണം. അതും ശരിയാ. അവളെ നീ കണ്ടുപിടിച്ചോണ്ട് വാ. നിങ്ങളുടെ കല്യാണം ഞാൻ മുന്നിൽ നിന്ന് നടത്തി തരും. പക്ഷെ നിന്നെ അവള് വഞ്ചിച്ചു എന്നുള്ളതിന് തെളിവെനിക്ക് വേണം. ഈ ആന്റിക്ക് ഇതെന്തിന്റെ കേടാ? മണിക്കൂറിന് മണിക്കൂറിന് ഓരോ ശബ്ദം. അത് തന്നെയാ സത്യാമ്മ അതിന്റെ ന്യായം. അത് തന്നെയാ വഞ്ചകിക്കുള്ള ശിക്ഷ. എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് പൂച്ച എലിയിട്ട് തട്ടുന്നത് പോലെ രസിക്കുകയാണല്ലേടി? അതേടി, നീയും കുറെ രസിച്ചതല്ലേ. അമ്മ ചെറിയൊരു കുഴപ്പം കൂടിയുണ്ട്. രോഹിത് ഈ നാട്ടിലെത്തിയ കാര്യം സുസ്മിത അറിഞ്ഞിട്ടുണ്ട്. അപ്പോ രോഹിത്തിനെ കൈകാര്യം ചെയ്യാൻ അവള് കുറച്ച് ഗുണ്ടകളെ ഏർപ്പാടാക്കിയിട്ടുണ്ടേ. അപ്പൊ ഏത് നിമിഷവും രോഹിത്തിന്റെ ജീവൻ തന്നെ അപകടത്തിലാവാം. ഓഹോ, അത്ര വലിയ ആളാണോ അവൾ? ഞാനാരാന്ന് നിങ്ങൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ സത്യഭാമേ. എന്നാൽ അവള് സത്യഭാമയോട് എതിരിടട്ടെ. രോഹിത്തിന് ഇനി ഈ വീട്ടിൽ താമസിക്കാം. അതിനുവേണ്ടിയായിരുന്നു ഈ കളി മുഴുവൻ. ഇപ്പോഴല്ലേടി കളിയുടെ ഗുട്ടൻസ് പിടികിട്ടിയത്. അടിയൊന്നും ആയിട്ടില്ലടി, വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ. ഞാനൊന്ന് കാണട്ടെ രോഹിത്തിനെ ആരാ നേരിടുന്നതെന്ന്. ഇങ്ങ് വാ. ദാ, ഐശ്വര്യമായി ജോലി തുടങ്ങിക്കും. ആദ്യം കാറൊന്ന് കഴുകിയിടാം, പിന്നെ അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിച്ചു വരാം സത്യമ്മേ.
ജയിച്ചെന്ന് കരുതി അഹങ്കരിക്കണ്ടടി. നമുക്ക് കാണാം. ആരാ ആന്റി അത്? നമ്മുടെ പുതിയ ഡ്രൈവറാ മോളെ. വിശ്വസിക്കാവുന്ന ആളാണല്ലോ അല്ലേ? കണ്ടിട്ടൊരു സാധുവാണെന്ന് തോന്നുന്നു. വിഷ്ണുവിന്റെ പരിചയത്തിലുള്ളതാ. ആ, അത് പറഞ്ഞപ്പോഴോർത്തത്. ഇന്നെന്റെ ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട്. എനിക്കൊന്ന് പോണം ആന്റി. എപ്പോഴാ മോളെ? രാത്രി ആന്റി, 7 മണിക്ക്. എന്നാ ഞാനും കൂടി വരാം. അയ്യേ, ആന്റി എങ്ങനെ വിളിക്കാത്ത ഫംഗ്ഷന്? അത് മാത്രല്ല ആന്റി, എന്റെ ഫ്രണ്ട്സൊക്കെ അടിച്ചുപൊളി ടീമാ. ആന്റിക്ക് ബോറടിക്കും. എന്നാ വിഷ്ണുവിനെ അയച്ചാലോ? അതെങ്ങനെ ആന്റി? വിഷ്ണുവേട്ടനൊരു ഡ്രൈവറായിട്ട്. ഇപ്പൊ നമുക്കൊരു ഡ്രൈവർ ഉണ്ടല്ലോ ആന്റി, അയാളുടെ കൂടെ അയച്ചാ മതി. ശരി, അങ്ങനെ ആവട്ടെ. ഭാമാന്റിക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടടാ, നീ പാവാണോ അല്ലയോന്ന്. നേരെ ഒന്ന് ഇരുട്ടിക്കോട്ടെ. എങ്ങോട്ടാ പോണ്ടത്? മുന്നോട്ട് തന്നെ പോട്ടെ. എങ്ങോട്ടെങ്കിലും തിരിക്കണമെങ്കിൽ ഞാൻ പറയാം. കുറെ നേരമായല്ലോ, നീ എന്നെ കുരം കളിപ്പിക്കണോ? ഡാ, നീയെന്നോ? സത്യഭാമയുടെ വീട്ടിലെ ഡ്രൈവറാ നീ. എന്നെ നീ കൊച്ചമ്മയെന്ന് വിളിക്കണം, അല്ലെങ്കിൽ മാഡം. മനസ്സിലായോ? എന്താണോ ഈ കാണിക്കുന്നേ? ഇങ്ങോട്ടിറങ്ങടി. ഇങ്ങോട്ട് രോഹിത്, ഒന്ന് അടങ്ങി നിൽക്കണേ. മിണ്ടിപ്പോരുത്, നിന്നെ കൊന്നുകളയും ഞാൻ. ഇപ്പൊ ഞാൻ വിചാരിച്ച എന്തും ചെയ്യാൻ നിന്നെ, എന്തും. ഒരു പൂച്ചക്കുഞ്ഞു പോലും അറിയില്ല. പക്ഷേ മനസ്സനുവദിക്കുന്നില്ല. അത്രക്ക് സ്നേഹിച്ചതാടി നിന്നെ ഞാൻ. കണ്ടു കിട്ടിയ നിമിഷം തന്നെ നിന്നെ കഴുത്ത് ഞെരിച്ച് കൊല്ലാതിരുന്നതും അതുകൊണ്ട് തന്നെയാ. ഇപ്പൊ ഞാൻ നിനക്ക് വെറുക്കപ്പെട്ടവനാ. ഓർക്കുന്നുണ്ടോ നമ്മൾ പ്രണയിച്ച് നടന്ന ആളുകൾ? അന്നെന്റെ പേര് മുഴുവനായി നീ വിളിച്ചിരുന്നില്ല. അതിനിടെ എത്രയെത്ര സന്ദർഭങ്ങൾ, സാഹചര്യങ്ങൾ. ഒരിക്കലും അതിര് വിട്ട് പെരുമാറിയിട്ടില്ല ഞാൻ. പക്ഷേ മനസ്സവൻ അനുവദിച്ചില്ല. അന്ന് ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ നിന്റെ പിന്നാലെയല്ല, വയറും വീർപ്പിച്ച് നീ എന്റെ പിന്നാലെ നടന്നനെ. അങ്ങനെ ചെയ്യാതിരുന്നാടി ഞാൻ ചെയ്ത തെറ്റ്. അതറിയാനാണോ നീ സത്യഭാമയുടെ വീട്ടിലെ ഡ്രൈവറായി കയറിപ്പറ്റിയത്? അറിയണം എനിക്ക്, നീ എന്തിനാ എന്നെ ഉപേക്ഷിച്ച് പോയതെന്ന്. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അന്ന് എനിക്ക് നിന്നോട് ഇഷ്ടം ഉണ്ടായിരുന്നു. ആ ഇഷ്ടം തീർന്നപ്പോ നിന്നെ ഞാൻ വിട്ടു. കല്യാണം കഴിഞ്ഞ് അങ്ങനെ സംഭവിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാ അത്. ലാഭനഷ്ടങ്ങളുടെ കണക്കെടുപ്പിലായിരിക്കും
ഇഷ്ടം വറ്റിപ്പോയത്. രോഹിത്തിനെയും സത്യഭാമയുടെ മകനെയും 2 തട്ടിലിരുത്തിയ സത്യഭാമയുടെ മകന്റെ തട്ടയെ താഴ്ന്നിരിക്കൂ. സത്യഭാമയുടെ പണപ്പെട്ടിയുടെ തൂക്കത്തിനനുസരിച്ച് പിടിച്ചു നിൽക്കാനാവില്ലല്ലോ ഈ പാവ സ്കൂൾ മാഷിന്റെ മോന്. അതൊക്കെ എന്റെ ഇഷ്ടമല്ലേ രോഹിത്. ആർക്കും ആരുടെയും പ്രണയം പിടിച്ചു വാങ്ങാനാവില്ലല്ലോ. പിന്നെ നീ എന്തിനാ എന്റെ പിന്നാലെ പ്രേമൊന്നും പറഞ്ഞു നടന്നേ? പാർക്കിലും റെസ്റ്റോറന്റിലും ഒക്കെ ചുറ്റിക്കറങ്ങി നടന്നത്, ഒരുമിച്ച് സ്വപ്നങ്ങൾ നെയ്തത്. അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒരു ടൈം പാസ് അല്ലേ? ആ ടൈം പാസിന് ഞാൻ കൊടുക്കേണ്ടി വന്ന വില എന്താണെന്ന് നിനക്കറിയോ? എന്റെ അച്ഛന്റെ ജീവൻ. ഇത് എന്ത് കളിയാന്ന് നോക്കിക്കേ. ലോകത്ത് കോടിക്കണക്കിന് ആൾക്കാർ പ്രേമിക്കുകയും പിരിയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കല്യാണ നിശ്ചയത്തിനല്ല, കല്യാണത്തിനും ആദ്യ രാത്രിയിലും ഒക്കെ അത് നടക്കുന്നുണ്ട്. എന്ന് കരുതി അവരുടെയൊക്കെ അച്ഛനമ്മമാര് ഹൃദയം പൊട്ടി മരിക്കുക. പെൺകുട്ടിയുടെ അച്ഛനാണെങ്കിൽ പിന്നെയും മനസ്സിലാക്കാം. അവൾക്ക് വേറെ പയ്യനെ കിട്ടാൻ ബുദ്ധിമുട്ടാവും, കൂടാതെ മാനക്കേടും. ഇവിടെ രോഹിത്തിന്റെ അച്ഛൻ അങ്ങേരുടെ മരണസമയം എത്തിയപ്പോ മരിച്ചു. അതിന് ഞാൻ എങ്ങനെയാ കുറ്റക്കാരിയാവുന്നെ? അതിന്റെ പേരിൽ ഞാൻ രോഹിത്തിനെ കല്യാണം കഴിക്കണമെന്ന് പറയുന്നതിന്റെ ന്യായം എന്താ? എനിവേ, മൈ ഹാർട്ടി കണ്ടോളൻസസ്. ബി പ്രാക്ടിക്കൽ രോഹിത്. നമ്മൾ കുറച്ച് നാളുകൾ സന്തോഷമായിട്ട് ചെലവാക്കി. അതുകൊണ്ട് രോഹിത്തിനോ എനിക്കോ നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വിവാഹിതരായി വർഷങ്ങളോളം ഒന്നിച്ച് ജീവിച്ചവർ പിരിയുന്നില്ലേ? കുട്ടികളുള്ളവർ പോലും. പരസ്പരം കൈകൊടുത്ത് പിരിയുകയല്ലാതെ അവരാരെങ്കിലും മറ്റേയാളുടെ പിന്നാലെ നടക്കുന്നുണ്ടോ? രോഹിത് ഇപ്പൊ പറഞ്ഞില്ലേ, അതിര് വിട്ട് പെരുമാറിയില്ല, സംയമനം പാലിച്ചു എന്നൊക്കെ. അതൊരു മഹാകാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ തന്നെ ഞാൻ പ്രഗ്നന്റ് ആയിട്ട് രോഹിത്തിന്റെ പിന്നാലെ നടക്കുമായിരുന്നില്ല. അതൊക്കെ പരിഹരിക്കാൻ ഇന്നത്തെ കാലത്ത് എന്തൊക്കെ വഴികളുണ്ട്? കഴിഞ്ഞത് കഴിഞ്ഞു. അതാണ് എന്റെ ഒരു ലൈൻ. രോഹിത്തിനിപ്പോ എന്റെ ഒരു ആറ്റിറ്റ്യൂഡ് മനസ്സിലായി കാണുമല്ലോ. നമ്മൾ തമ്മിൽ ഒരിക്കലും ചേരില്ല രോഹിത്. എന്നെ വിട്ടേക്ക്. വേറെ ഏതെങ്കിലും പെൺകുട്ടിയെ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്ക്. ഒരു സ്കൂൾ ടീച്ചറോ നേഴ്സോ ഒക്കെ ആവും രോഹിത്തിനിണങ്ങ. ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ ഞാൻ വേണമെങ്കിൽ സഹായിക്കാം. എനിക്ക് നിന്നെ മാത്രം മതിയെങ്കിലോ? എന്നെ നിനക്ക് കിട്ടാൻ പോകുന്നില്ല രോഹിത്. ഇനി അതിന് ശ്രമിച്ചാൽ വിളക്കിലേക്ക് പറന്നെടുക്കുന്ന ശലഭത്തിന്റെ അവസ്ഥയാവും നിനക്ക്. ചിറക് കരിഞ്ഞു വീണ് ഉറുമ്പരിച്ച് ചാവും. സത്യാമ്മയുടെ വീട്ടിൽ നീ കയറി പറ്റും വരെ നിന്നെ എനിക്ക് ഭയം ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ സേഫാ. സത്യാമ്മയുടെ വീട്ടിൽ ഡ്രൈവറായി കയറിപ്പറ്റാൻ നീ കാണിച്ച അതിബുദ്ധി നിനക്ക് തിരിച്ചടിച്ചു രോഹിത്. കുറച്ചുമുമ്പ് നീ പറഞ്ഞില്ലേ, ഇപ്പൊ നീ വിചാരിച്ച എന്നെ എന്ത് വേണേലും ചെയ്യാമെന്ന്. നിന്റെ മിഥ്യാധാരണയത്. ഇരുട്ടിന്റെ മറവ്, വിജനമായ പരിസരം, ഒരു പെൺകുട്ടി പേടിക്കേണ്ട സാഹചര്യങ്ങൾ തന്നെയാണിത്. എന്നിട്ടും ബദ്ധവൈരിയായ നിന്നെയും കൂട്ടി ഫ്രണ്ടിനെ കാണാനെന്നും പറഞ്ഞ് ഞാൻ ഇറങ്ങിത്തിരിച്ചത് മണ്ടി ആയതുകൊണ്ടല്ല. നിനക്കെന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ലെന്നുള്ള ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാ. നീ ചെയ്ത ആദ്യത്തെ തെറ്റ് സത്യാമ്മയ്ക്ക് മുന്നിൽ ആദ്യമേ എന്നെ കാട്ടിക്കൊടുത്തില്ല എന്നുള്ളതാ. അല്ല, അങ്ങനെ കാട്ടിക്കൊടുക്കാൻ നിന്റെ കയ്യിൽ വേണ്ടത്ര തെളിവുകളൊന്നുമില്ലല്ലോ. എന്നെ കണ്ടപ്പോ ഒരു പരിചയഭാവവും കാട്ടിയില്ല നീ. അതായത് സത്യാമ്മയുടെ കാഴ്ചപ്പാടിൽ നീ സ്നേഹിച്ച സുസ്മിത ഞാനല്ല. വേണ്ടത്ര തെളിവില്ലാതെ അത് ഞാനാണെന്ന് പറയാൻ നിന്നെ കൊണ്ട് സാധിക്കേയില്ല. സത്യാമ്മയുടെ കണ്ണിൽ വീട്ടിലെ ഡ്രൈവർ മാത്രമാ നീ. നീ എന്നെ വേദനിപ്പിച്ചു എന്നറിഞ്ഞ സത്യാമ്മ നിന്നെ വെറുതെ വിടില്ല. നീ കാട്ടിയത് ശുദ്ധ മണ്ടത്തര രോഹിത്. വീട്ടിലെ ഡ്രൈവർ ആയതുകൊണ്ട് സത്യാമ്മയുടെ നിരീക്ഷണത്തിലായിരിക്കും നീ. വീട്ടിൽ താമസം കൂടി ആയതുകൊണ്ട് നിനക്കിനി അനങ്ങാൻ പറ്റില്ല. AI ക്യാമറയേക്കാൾ ശക്തവാ അവരുടെ കണ്ണ്. അവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും ഡ്രൈവർ എന്ന നിലയിൽ നിന്നെ ഞാനിങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കും.
വീട്ടിൽ കെട്ടിയിട്ട പട്ടിയെ പോലെ പറയുന്നത് അനുസരിക്കാതിരിക്കാൻ നിനക്ക് പറ്റില്ല. അതുകൊണ്ടേ സ്ഥലം വിട്ടോ. അല്ലെങ്കിൽ നീ ഞാൻ തന്നെയാ നിന്നെ വഞ്ചിച്ച സുസ്മിത എന്നുള്ള തെളിവും കൊണ്ടുവാ. ഇതൊന്ന് പറയാൻ വേണ്ടിയാ നിന്നെ കൊണ്ട് ഞാൻ ഇവിടെ വന്നത്. സത്യാമ്മയുടെ വീട്ടിൽ നിന്റെ ആദ്യത്തെയും അവസാനത്തെയും രാത്രിയായിരിക്കണം ഇത്. ഇനി നമുക്ക് പോവാം. ആ, വൺ മോർ തിങ്. കോൾ മീ മാം. ഏയ് 1 മിനിറ്റ് മാഡം. നീ ചെയ്ത ആദ്യത്തെ തെറ്റ് സത്യാമ്മയ്ക്ക് മുന്നിൽ ആദ്യമേ എന്നെ കാട്ടിക്കൊടുത്തില്ല എന്നുള്ളതാ. അല്ല, അങ്ങനെ കാട്ടിക്കൊടുക്കാൻ നിന്റെ കയ്യിൽ വേണ്ടത്ര തെളിവുകളൊന്നുമില്ലല്ലോ. ഇത്രയും തെളിവ് മതിയോ മാഡം?